ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസം ഞാൻ വന്നിരിക്കുന്നത് ഒരു പോട്ട് മേക്കിംഗ് ആയിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ചെടിയും കൂടി വെക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. ഇത് ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ്. വിജയിക്കോ ഇല്ലേ എന്നുള്ളത് അടുത്തടുത്ത വീഡിയോകളിലായിട്ട് കാണാം. ഇത് നമ്മുടെ പിള്ളേർ അപ്പുറത്തെ പറമ്പിൽ നിന്നും പെറുക്കി കൊണ്ടുവന്നിട്ടുള്ള ഇഞ്ചിയാണ്. ഇതിനെ പീച്ചിങ്ങ എന്നൊക്കെ പേര് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിൽ നിന്നും ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള 4 എടുത്തിട്ടുണ്ട്. കേടാവാത്തത് നോക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ചരട് ചുറ്റി കൊടുക്കുകയാണ്. ഞാനിവിടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ചാക്ക് ചരടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന ചരടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അതാവുമ്പോൾ കുറച്ചും കൂടി കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അങ്ങനെ ഞാൻ ഇത് ഫുള്ളായിട്ട് ഈ ഒരു രീതിയിൽ ചുറ്റിയെടുക്കുകയാണ്. ഏകദേശം ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അമ്മയുടെ ചെടിത്തോട്ടത്തിൽ പോയിട്ട് ഈ ഒരു ചെടി 4-5 കട വേരോട് കൂടി പറിച്ചെടുക്കുകയാണ്. പടർന്ന് വളരുന്ന ചെടിയാണ് കേട്ടോ ഞാൻ അതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഇഞ്ചയുടെ സെൻട്രലായിട്ടുള്ള ആ ഗ്യാപ്പുകളിലോട്ട് ഈ വേരുകളെല്ലാം നല്ലപോലെ ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ 4 കടയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വേര് ഉള്ളിലോട്ടാക്കി കൊടുക്കുകയാണ്. ഇതിൽ മണ്ണോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ വെക്കുന്നില്ല. ഈ ഒരു ഇഞ്ച നനച്ചെടുക്കുമ്പോൾ അതിൽ ഈർപ്പം നിന്നിട്ട് ആ ഒരു ഈർപ്പത്തിൽ വളരുമോ എന്നുള്ള പരീക്ഷണമാണ് ഞാനിവിടെ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഞാൻ ഏകദേശം ചെടി മൊത്തം ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ നല്ല രസമില്ലേ? ഇതിന് വലുതായി വരുമ്പോൾ എങ്ങനെയാവും അറിയില്ല. അപ്പോൾ പരീക്ഷിച്ച് അത് നന്നായി വിജയിക്കുകയാണെങ്കിൽ അതും ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെടിയുടെയും കൂടിയും കുറവുള്ളതുപോലെ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ഒരെണ്ണം കൂടി പറിച്ചിട്ട് അതും ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ വേരുകളെല്ലാം ആ ഒരു ഗ്യാപ്പുകളുടെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പുകളുടെ ഉള്ളിൽ കുറേശ്ശെ മണ്ണ് നിറച്ചിട്ട് ആ ഒരു മണ്ണിൻ്റെ ഉള്ളിൽ വേരുകൾ ഇറക്കി വയ്ക്കായാലും കുറച്ചും കൂടി നന്നായിരിക്കും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പരീക്ഷണമായതുകൊണ്ട് ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇഞ്ചേമ നല്ലപോലെ വെള്ളം പിടിക്കുന്നൊക്കെ ഉണ്ട്, ഈർപ്പം നിൽക്കുന്ന പോലെയാണ്. അങ്ങനെ ഞാൻ ഇനി ഇത് തൂക്കിയിടാനുള്ള പരുവത്തിന് ഇതേപോലെ 4 സൈഡിൽ നിന്നും ചരട് ഇങ്ങനെ കെട്ടി തൂക്കുന്ന പാകത്തിൽ ആക്കിയെടുക്കുകയാണ്. നമ്മുടെ ഏതാണ്ട് ത്രാസിൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ, അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ 4 അറ്റം കൂടി ഒന്നിച്ച് കൂട്ടി കെട്ടുന്നുണ്ട്. തൂക്കിയിടാൻ പാകത്തിന് ഈ ഒരു പരുവത്തിനാക്കി എടുക്കുന്നുണ്ട്. കാണാൻ നല്ല രസമല്ലേ? അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ച പോട്ട് ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇത് മണി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. വേറൊരു വകഭേദത്തിൽപ്പെട്ടിട്ടുള്ള മണി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇത് ഞാനൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നനച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഗ്യാപ്പുകളുടെ ഉള്ളിലും നന്നായിട്ട് വെള്ളം നനച്ചു കൊടുത്ത് ഇതേപോലെ അങ്ങ് മുകളിലാണ് ഞാൻ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ മുകളിൽ അമ്മ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അമ്മയ്ക്കൊരു പണിയും കൂടിയും കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് തൂക്കിയിട്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഞാനിത് ഇടയ്ക്ക് വന്ന് നനയ്ക്കുന്നുണ്ട്. ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും മുകളിൽ പോയിട്ട് അമ്മയുടെ ചെടികൾ ഞാനിങ്ങനെ നനച്ചു കൊടുക്കും. കൂടെ ഞാൻ ആദ്യമായിട്ട് വെച്ച ചെടിയൊന്ന് തൊട്ടും തലോടിയൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരു സുഖം. അപ്പോൾ ഈ ഒരു ചെടിയുടെ വളർച്ചയുടെ പുതിയ അപ്ഡേറ്റുകളായിട്ട് വേറൊരു വീഡിയോയിൽ വരാം കേട്ടോ.